ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഫൺ ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്ത് ചലഞ്ചാണ്? ഫൈൻഡ് ദി ഒബ്ജക്റ്റ് ബ്ലൈൻഡ് ഫോൾഡഡ്. അതാണ് നമ്മുടെ ഇന്നത്തെ ചാലഞ്ച്. അപ്പോൾ നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ആക്ച്വലി ഞാനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ കൊടുക്കാൻ പോകുന്ന ഐറ്റം. അപ്പോൾ ഇതവള് 3 ചാൻസ് ആണുള്ളത്. ഈ 3 ചാൻസിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് അച്ചു ടച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അച്ചു സ്റ്റാർട്ട്. ചിലപ്പോൾ നല്ലതായിരിക്കാം, മോശമുള്ള സാധനമായിരിക്കും. ടച്ച് 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 3 പ്രാവശ്യം പേര് പറയാം. ഈ സ്ഥലത്ത് ഞാൻ കയ്യെടുത്തിട്ടില്ല. ഞാൻ ഇന്നലെ കയ്യെടുത്തിട്ടില്ലാത്ത സാധനം. ഡൗട്ട് പറയാം. എനിക്ക് ഉറപ്പില്ല. കൺസിസ്റ്റൻസി വെള്ളം പോലെ ഇരിക്കുന്നുണ്ട്. ഒരു ഡൗട്ട്, ടെസ്റ്ററുടെ റൂൾസ് ആണ്. ആണോ? ടെസ്റ്ററുടെ റൂൾസ് അല്ല, റൂൾസ് അല്ല, ടെസ്റ്ററുടെ ഫുഡ്. കറക്റ്റ് ആണ്. പെഡിഗ്രിയാ? ഓക്കെ ഗൈസ്, മൂക്കുറോ എനിക്ക് എന്താണ് ഇതിനൊന്നും ഐഡിയ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. പറയട്ടാ? ബ്രെഡാണോ? ബ്രെഡാണോ? ഉറപ്പിച്ചാ? അല്ല, 3 പറയാലോ. ഫസ്റ്റ് തെറ്റാണോ? 3 പറയാം. ഫസ്റ്റ് ബ്രെഡ് ആണോ അല്ലേ? ബ്രെഡ് ആണ്. സെക്കൻഡ് റൗണ്ടില് ഇത് അച്ചു കണ്ടുപിടിക്കുമെന്ന് എന്റെ വിശ്വാസം. ഓക്കെ, നമുക്കപ്പോ തുടങ്ങാം. അച്ചു ടച്ച് ടച്ച് കടിക്കും കടിക്കുന്നു ചെയ്യും. കടിക്കും കടിക്കും. ഇതെന്തോ എനിക്ക് തോന്നുന്നേ, എന്തോ കണ്ണി, എന്തോ സോറി, എന്തോ എന്തോ സാധനമാണ്. എന്തോ പെട്ടെന്ന് പറയണം. 3 പേര് പറയണം. 3 പേര് പറയണം. എനിക്ക് തോന്നണേ എന്തോ ഒരു മെഷീനാണ്, എന്തോ ഒരു സാധനം. എനിക്ക് ടെൻഷനാണ്. നീ പണി കൊടുക്കണം ഗൈസ്. സമയം പോകുന്നു. ഒരുപാട് ടൈം എടുക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒന്ന് ഉറപ്പില്ലേ? നമ്മുടെ നെയിൽ കട്ടറല്ല, അപ്പുറത്ത് നമ്മുടെ അടുത്ത് നെയിൽ കട്ടർ വേറെ മോഡൽ അപ്പുറത്തെ വീട്ടിൽ വാങ്ങിച്ചു. കാരണം ഇങ്ങനത്തേക്ക് ഒരു തൊള്ളതുകൊണ്ട് അവൾ കണ്ടുപിടിക്കില്ല. ബ്ലേഡ് എന്റെ കയ്യിലില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി നെയിൽ കട്ടറാണ്. അപ്പൊ നമ്മുടെ ഈ സെക്കൻഡ് റൗണ്ടാണ്. സ്റ്റാർട്ട് ചെയ്തോ. അടുത്ത I think this is പട്ട. പട്ടയുടെ ഗ്രാമോടെ പട്ടയടാ. അല്ല, ഏതൊരു സാധനം ബിരിയാണിയിലുള്ള സാധനമല്ലേ? ആണല്ല? ആണോ അല്ല? കർത്താവേ, ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്. എന്തായാലും ഈ വീട്ടിൽ ഇല്ല, കാരണം ഈ സാധനോട് ഞാൻ ബിരിയാണിയിൽ ഉണ്ടാക്കുന്നുണ്ട്. പൗഡറിന്റെ മണം എനിക്ക് അടിച്ചായിരുന്നു. അച്ചിവിടെ വന്നെന്തോ ആ പൗഡറിന്റെ മണം എനിക്ക് അടിച്ചിപ്പോ. അപ്പൊ ഗൈസ്, എനിക്ക് ഇതറിയാം. ഓക്കെ, അപ്പൊ അപ്പൊ ഇത് 3rd റൗണ്ടാണ്. ഇതുവരെ നമ്മൾ ആരും ഫെയിൽ ആയിട്ടില്ല. നമ്മൾ 2 പേരും കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു. അത് മാത്രമല്ല, നമുക്ക് ഇവിടെ വീട്ടിലത്തെ സാധനമാണ്. നമുക്ക് സൗകര്യം കുറവുള്ളതുകൊണ്ട് നമുക്ക് പുറത്തുനിന്നൊന്നും കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിപ്പോ വീട്ടിലായതുകൊണ്ട് ഏകദേശം നമുക്ക് ഐഡിയ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിത് റൗണ്ടിലേക്ക് പോവാം. നമുക്ക് അച്ചു ടച്ച്. ഞാൻ തൊട്ടിട്ടില്ലാത്ത സാധനം ഒന്നേ ഉള്ളൂ. എനിക്ക് നെഞ്ചെടുക്കാൻ എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കണം. സമയം പൊക്കോണ്ടിരിക്കണം, ടൈം കൊടുക്കണം. തോന്നണേ ഞാൻ ഒരു കാര്യം പറയാം. ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ ഫസ്റ്റ് ഒരു ഇത് പറയാം. ചിക്കൻ ആണ്.
ഉറപ്പിക്കാം. എനിക്ക് അറിഞ്ഞൂടാ. അതാണ് എന്റെ ഫസ്റ്റ് ഓപ്ഷൻ. മൂന്നെണ്ണം പറയാലോ. ഫസ്റ്റ് ചിക്കൻ. ഉറപ്പിക്കാമോ? ഉറപ്പിക്കാമോ? ആ അപ്പൊ പണിഷ്മെന്റ് സാധനം എടുത്ത് തുറന്നോളൂ. കൺഫേം ചെയ്തില്ലേ? I think എനിക്ക് രൂപ ശരിയാണെങ്കിൽ മറ്റേ അരിമാവാണോ കുട്ടിന്റെ അവിടെ മറ്റു പച്ചടക്കുള്ള മാവ്? ഫസ്റ്റ് 3 ചാൻസ് ഇല്ല. ഫസ്റ്റ് അരിമാവ്. പെട്ടെന്ന് നമുക്ക് പണിഷ്മെന്റ് കൊടുക്കണം. അല്ല തെറ്റാണ്. ആദ്യമായിട്ടൊരു തെറ്റ് പറഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണമെന്നില്ലല്ലോ. അത് മണ്ണെടുത്ത മാവ് പറഞ്ഞേ. ഉപ്പ് അല്ല. ഉപ്പ് ആ 10 സെക്കൻഡും കൂടെ ഉള്ളൂ. ഒരുപാട് ടൈമായി. തെറ്റ്. പണിഷ്മെന്റ് തുടങ്ങി. പണിഷ്മെന്റ് നല്ല മേക്കപ്പ് അടിച്ച് തന്നിരിക്കുകയാണ്. മൂക്കെടുക്കരുത് ജലദോഷോടെ. ജലദോഷം നല്ല തുമ്മല് വരും. നെക്സ്റ്റ് റൗണ്ട് പോവാം. സോ ഗായ്സ്, കഴിഞ്ഞ റൗണ്ടിൽ എനിക്ക് പണിഷ്മെന്റ് കിട്ടിയിട്ട് ഞാനിപ്പോ ഈ ഒരു കോളേജിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിത് 4th റൗണ്ടാണ്. അപ്പൊ 4th റൗണ്ടിൽ ടച്ച് കണ്ടുപിടിക്കുമോ എന്ന് അറിയത്തില്ല. എന്നാൽ നമുക്ക് നോക്കാം ജസ്റ്റ്. ഓക്കെ ടച്ച്. പിടിക്കുമോ നിങ്ങൾ പറയും. പിടിക്കുമോ ഇല്ലയോ? ഞാനൊരു ഡൗട്ട് പറയാം. ഫസ്റ്റ് ഓപ്ഷൻ കടല. അല്ല. ഓക്കെ, അടുത്തത് കല്ലൂരി. ചിലപ്പോ കല്ലാവാം. ഇല്ല, നെക്കറോട്ട്. കല്ല് നെക്കൂല. ഞെങ്ങുന്ന കല്ലാവാം. അടുത്ത ഓപ്ഷൻ ഇതാ മറ്റേ ഇത് ഞാൻ പറയാം. സോയയാണോ? സോയ അല്ല. സോയ ചങ്ക്സ് അല്ല. അതുമല്ല. സമയം പൊക്കോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ചെയ്യാം. കച്ചു പോലെ ഇരിക്കും. എന്തു ആവാ. പെട്ടെന്ന് ഒരു ചാൻസ് കൂടെ ഉള്ളൂ. ഓക്കെ ഗൈസ്, അവള് പറഞ്ഞ് കറക്റ്റ് ആണ്. സോയ മനസ്സിലാവുന്നതിരിക്കും. കട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് ഗൈസ്. നെക്സ്റ്റ് ടൈം തുടങ്ങിയിരിക്കുകയാണ്. സോ ചേച്ചി ഇത് കണ്ടുപിടിക്കണം. നമുക്ക് തുടങ്ങിക്കോ. ഓക്കെ. എന്താണ് ആവാം. വീടായിട്ട് ആവാം. എനിക്ക് അതാണ് ഒരു നല്ല ധൈര്യത്തില് കൈ പൗഡർ വെള്ളത്തിൽ മുക്കിയതാടാ. ഒരൈറ്റം ഒന്ന് കഴിഞ്ഞു. റോങ്.
സോസ് ഏത് സോസ്? സോസ് ടൊമാറ്റോ സോസ്. തെറ്റ്. ചില്ലി സോസ്. മൂന്ന് ഓപ്ഷൻ കഴിഞ്ഞേ. പറഞ്ഞോട്. പാലാ. വലിയ മഹോൾ വിശാലമായ സ്ഥലമുണ്ട്. എന്നെ കോളാക്കരുത്. എനിക്ക് ഇനി വേറെ അടിപൊളി. നേരല്ല തീർന്ന് എവിടെ മൂത്തോട്ട് തേച്ചു കൊടുക്കും. ഒരു ചെടിയും കൂടെ വരച്ചു. മതി. നമ്മളുടെ 5th റൗണ്ട് ആണ്. 5th റൗണ്ട് ആൻഡ് അവർ ലാസ്റ്റ് റൗണ്ട് ആണ്. സോ അച്ചു ഇത് കറക്റ്റ് കണ്ടുപിടിച്ച് ഞാൻ ഈ ഒരു ഗെയിമിൽ നിന്ന് ഞാൻ രാജിവെക്കുന്നതായിരിക്കും. ഇത്ര കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച സാധനം. അപ്പൊ അച്ചു ടച്ച്. പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് അല്ല അതുണ്ടായിരുന്നു. അത് ഞാൻ ഈ റൗണ്ടിൽ കൊണ്ടുവരാൻ വേണ്ടി ഇരുന്ന സാധനമാണ്. ഇനി ഞാൻ മാറ്റി. ഇനി പെട്ടെന്ന് 2 റൗണ്ട് ഇതും കൂടെ ഉള്ളു. എന്തും ആവാം. ആനി ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യും. പെട്ടെന്ന് പണിഷ്മെന്റ് കൊടുക്കണം. അതുകൊണ്ട് ഞാനേ അത് നോക്കൂല. ഇതാണ് നമ്മുടെ ടെസ്സ ബേബി. ടെസ്സ ഹായ്. പറ പെട്ടെന്ന്. ഒരു സാധനം അല്ലേ? നല്ല ജലദോഷമുണ്ട്. കഴിച്ചു ടേസ്റ്റ് ചെയ്ത് നോക്ക്. പെട്ടെന്ന് അല്ല ഇപ്പൊ 3 എണ്ണം പറഞ്ഞു. ഓർബീസ് പറഞ്ഞു. ലാസ്റ്റ് വേണേ 10 സെക്കൻഡ് ഉണ്ട്. ആൽമണ്ട് ഗം. അല്ല തുറന്നോക്കിക്കോളൂ. സത്യം പറഞ്ഞ ഓർബീസ് ആണ് എടുത്ത് വെച്ചിരുന്നത്. അപ്പം ഇത്രയും ഒരു പണിഷ്മെന്റ് ഇല്ല. ഞാൻ ഇപ്പൊ ഇവിടെ അടുത്താക്കിയിട്ട് ടെറസിന്റെ മേളിൽ പോയിട്ട് എടുത്തതാണ്. ഇപ്പൊ എടുത്തതാണ്. അപ്പൊ ഗായ്സ് അപ്പൊ എന്റെ പണിഷ്മെന്റ് ടൈം ആണ്. അനി തുടങ്ങിക്കോ. ഇതെടുക്കാം. ഇത് പെട്ടെന്ന് ലിപ്സ്റ്റിക് ഒന്നും പെട്ടെന്ന് വായിക്കാൻ പറ്റൂലല്ലോ. ഇത് വെച്ച് പെട്ടെന്ന് മായാൻ പറ്റാത്ത അച്ഛനാ ചേച്ചി. കണ്ണിലൊന്നും വരയ്ക്കൂല. ഞാൻ ചേട്ടനെ വരയ്ക്കും. എന്റെ അച്ഛന്റെ ഫ്രണ്ട്സ് പറയും അച്ചു ആണായി ചേട്ടനെ പോലെ ഇരിക്കുമോ പറയും. വരയ്ക്കും. Dedicated to അച്ഛന്റെ ഫ്രണ്ട്സ്. ഇതെനിക്ക് ആഗ്രഹിച്ച പണിഷ്മെന്റ് ആണ്. ഫേസ് ഉള്ളത് എന്താ നോക്ക്. കുറച്ച് കൂട്ടാണ്.
ഇത് എത്ര ഓക്കെ ഗായ്സ്, ഇത് എന്റെ ഹസ്ബൻഡിന്റെ ഫേസ് ആണ് ഞാൻ വരച്ചു വെച്ചത്. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മൾ 5 റൗണ്ട് ആയിരുന്നു. അപ്പൊ ഈ 5 റൗണ്ടില് ഞാൻ എത്ര തെറ്റ്? എനിക്ക് 2 തെറ്റ്. 2 ഞാൻ തെറ്റ് പറഞ്ഞു. ഞാൻ 2 തെറ്റാണ്, എനിക്ക് 2 പണിഷ്മെന്റ് ആണ് കിട്ടിയത്. അതുപോലെ ലാസ്റ്റ് റൗണ്ടിലെങ്കിലും എനിക്കൊരു പണിഷ്മെന്റ് ചെയ്യാൻ പറ്റി. എനിക്കൊന്നും ചേച്ചി കളി കഴിഞ്ഞു. എനിക്ക് ഇതുവരെ ഒരു പണിഷ്മെന്റ് ആയിട്ടുണ്ട്. ഞാൻ ഓക്കെ, നമ്മുടെ ഈ ചാലഞ്ചിന്റെ ലാസ്റ്റ് റൗണ്ടിലെ ലാസ്റ്റ് ചാൻസ് ആണ് ഇത് ചേച്ചിയുടെ. ഇതുവരെയുള്ള ചാൻസിൽ ചേച്ചി 2 പ്രാവശ്യം പോയി. അതാണ് ഈ മൊത്തം കാണുന്നത്. ഇനി ചേച്ചിക്ക് ലാസ്റ്റ് ഒരു ഇതും കൂടെ ഉള്ളൂ. അതാണിത്. ചേച്ചിക്ക് കളിച്ചു തുടങ്ങാം. ഓക്കെ, സ്റ്റാർട്ട്. അതിനെ കൊന്ന അതിനെ ഒരു സാധനത്തിന് എങ്ങനെ നിങ്ങൾക്കും അറിയില്ല ഇതെന്താണ്. കഴിഞ്ഞിട്ട് പറയാം. ഗസ് ചെയ്യട്ടെ അവര് അല്ലേ? അത് ഗസ് ചെയ്ത് നിങ്ങൾ ഗസ് ചെയ്ത് എന്താണ്? നല്ല സുഖമുണ്ട്. ഞാനൊരു ഗസ്റ്റ് അടിക്കണ്ട. അല്ല, ഞാൻ പറയാം. ഈന്തപ്പഴം മിക്സ് ആക്കിയതാണ്. അല്ല, ഫസ്റ്റ് റൗണ്ട് പോയി. അരച്ച സൗണ്ട് അടിച്ചു. മേക്കപ്പ് ചെയ്യാൻ റൗണ്ട് റെഡി ആയിരിക്കും. എവിടെ കയ്യിലുള്ള സാധനം എനിക്ക് അറിയത്തില്ല, അതാണ് പ്രശ്നം. പെട്ടെന്ന് പറ. അടുത്ത എന്തേലും ഇല അരച്ചതാണ്. അല്ല, 2 കഴിഞ്ഞേ. ലാസ്റ്റ് 10 സെക്കൻഡ്സും കൂടെ കൊടുക്കാൻ പറ്റുള്ളൂ. 10 സെക്കൻഡ് കൂടെ തരും. അതിന്റെ ബ്ലഡ് എല്ലാം ഉള്ള കയ്യിലായി. 10 9 ബ്ലഡ് ഉള്ളതൊന്നും കൂടെ ഇല്ല. 8 പേപ്പർ ഞാൻ കുതിർത്തെടുത്തതാണ്. ടിഷ്യൂ പേപ്പർ. കഴിഞ്ഞു. അല്ല, ഞാൻ പറയട്ടാ. എന്തെങ്കിലും പഞ്ഞിയായിട്ട് പാൻറ് അകത്തുള്ള സാധനം എന്തെങ്കിലും. നോ, ഈ പറഞ്ഞ ഒന്ന് 4-5 ഓപ്ഷൻ ഒന്നുമല്ല. എവിടെ പഴം? പഴത്തിന്റെ നാരിനെ ഞാൻ എടുത്തിട്ട് ഉരുട്ടി വെച്ചു. അതൊക്കെ എങ്ങനെ പറയാൻ പറ്റും? പഴത്തിന് 4 ഞാൻ ചേച്ചി പഴം എന്ന് പറഞ്ഞെങ്കിൽ കൂടി പഴം എന്ന് പറഞ്ഞാൽ പഴത്തിന് എന്തെങ്കിലും കണ്ടിരുന്നു. പഴത്തിന് എങ്ങനെ ഞാൻ കണ്ടുപിടിക്കും. അതാണ് ഗെയിം. അത് പറയാൻ പറ്റത്തില്ല. അത് സമ്മതിക്കത്തില്ല. ഇത് പഴം എപ്പോഴത്തെ സാധനം വെച്ച് ഞാൻ കണ്ടുപിടിക്കും. ഗസ് ചെയ്യാമല്ലോ. പിന്നെ ചേച്ചി സോയ ചങ്ക്സ് 2 ആയിട്ട് മുറിച്ച് വെച്ചിരുന്നു. സോയ ചങ്ക്സ് പാകമായിട്ട് മുറിച്ച് വെച്ചത് അത് ഞാൻ കണ്ടുപിടിച്ചു. എനിക്ക് വെന്ത സോയ അറിയാം, എന്നിട്ട് ഞാൻ കണ്ടുപിടിച്ചില്ലേ. അത് ബുദ്ധി, അതുപോലെ ബുദ്ധി ഇല്ല. മേക്കപ്പ്. ഓക്കെ, നമുക്ക് നമ്മുടെ ഇതിലോട്ട് കിടക്കാം. ഞാൻ നല്ല അതെന്റെ ഇഷ്ടം. അതെന്റെ ഇഷ്ടം. എത്ര കാര്യങ്ങളാണ് ഞാൻ മര്യാദയ്ക്ക് പണിഷ്മെന്റ് ചേച്ചി തന്നു. ചേച്ചി അത് കഴിഞ്ഞാൽ ഞാൻ നല്ല ക്യൂട്ട് ആയിട്ടുള്ള പണിഷ്മെന്റ് സുവിനത്ത് നമ്മുടെ ചാലഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ 5 റൗണ്ടിൽ 3 പണിഷ്മെന്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ. ഓക്കെ ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പൊ നമ്മളിപ്പോ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചാണ് അപ്പൊ നെക്സ്റ്റ് നമ്മുടെ ക്യാമറമാൻ നമുക്ക് ഇതുപോലെ വീടായിട്ടോ നല്ലതായിട്ടോ വെച്ച് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാധനങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. യെസ്, അപ്പൊ പാർട്ട് 2 വേണമെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.